സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഒരു കോഡിംഗ് എൻവയോൺമെന്റ്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ് അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയ ഒരു ബേസിക് ഐഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ കേട്ടോ. VS കോഡോ പൈച്ചാമോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഓക്കെ, ഡേറ്റ സയൻസ് ML ആണെങ്കിൽ റെക്കമെൻഡഡ് ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ്. ഓക്കെ ഓക്കെ സോ നമ്മുടെ ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആയാലും പൈത്തൺ ആയാലും നമുക്ക് രണ്ട് മെത്തേഡ്സിലൂടെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് വരുന്ന മെത്തേഡ് മാനുവൽ മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈത്തണും ജൂപ്പിറ്റർ നോട്ട്ബുക്കും സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, പൈത്തൺ നമ്മൾ python.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് മാനുവലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ജൂപ്പിറ്റർ നോട്ട്ബുക്കും അതിന്റെ എന്താ പറയുക കറക്റ്റ് കമാൻഡ് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള കമാൻഡ് പ്രോംപ്റ്റിനകത്ത് കൊടുത്ത് ജൂപ്പിറ്റർ നോട്ട്ബുക്കും നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് വരുന്ന മെത്തേഡ്. സെക്കൻഡ് വരുന്ന മെത്തേഡ് അനാക്കോണ്ട നാവിഗേറ്റർ വഴി നമ്മൾ ഇത് രണ്ടും ഒരുമിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് ഈ അനാക്കോണ്ട എന്ന് വെച്ചാൽ ഒരു പാക്കേജ് ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആക്ച്വലി കൂടുതലും ഡേറ്റ സയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡേറ്റ സയൻസിനും മെഷീൻ ലേണിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പാക്കേജസും കാര്യങ്ങളും എല്ലാം ഒറ്റയടിക്ക് ഈ ഒരു അനാക്കോണ്ട പാക്കേജിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ഡേറ്റ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇതാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ഡെവലപ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് യൂസ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ അനാക്കോണ്ട മെത്തേഡ് വഴി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മാനുവലി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക, മാനുവലി ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ആ സംഭവം ചെയ്യണ്ട. ഡയറക്റ്റ് ഈ അനാക്കോണ്ടയുടെ മെത്തേഡ് മാത്രം ചെയ്താൽ മതി. അനാക്കോണ്ട നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ പൈത്തണും ജൂപ്പിറ്റർ നോട്ട്ബുക്കും ഒരുപാട് പൈത്തൺ ലൈബ്രറീസും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഡേറ്റ സയൻസ് ആൻഡ് ML ആണെങ്കിൽ ഈ സെക്കൻഡ് മെത്തേഡ് ചെയ്യുക, ഡെവലപ്മെന്റ് ആണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏത് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നോക്കാം.